നമുക്കെല്ലാവർക്കും അറിയാം GST എന്ന് പറയുന്നത് നമ്മുടെ കൺട്രിയിൽ തന്നെ ഏറ്റവും ഇൻറ്റഗ്രൽ പാർട്ടായി കഴിഞ്ഞു. നമ്മളൊരു സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ സെൽഫ് എംപ്ലോയിഡ് ആവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എല്ലാവർക്കും റിലവൻ്റ് ആയിട്ടൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് എസൻസ് നമ്മളൊരു PDF-ലാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണാൻ സമയത്ത് ഒരാളാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി GST റിട്ടേൺസ് എന്നുള്ള താഴെ കമൻറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആ PDF നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. എന്തൊക്കെ കാരണം കൊണ്ട് GST നോട്ടീസ് അല്ലെങ്കിൽ ഒരു ഷോ കോസ്റ്റ് നോട്ടീസ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാപ്പിക്കാനും, നമുക്ക് GST-നെ കുറിച്ച് പല അറിയേണ്ട ഒരു കോമൺ മാൻസ് പെർസ്പെക്റ്റീവിൽ അറിയേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കിപ്പിക്കാനുമാണ് ഇന്ന് നമ്മുടെ കൂടെ അഡ്വക്കേറ്റ് വിവേക് ഭട്ട് ഉള്ളത്. വിവേക് GST എക്സ്പെർട്ടാണ്. GST ആണ് അദ്ദേഹത്തിൻ്റെ കോർ ഏരിയ എന്ന് പറയുന്നത്. അഡ്വക്കേറ്റ് ആണ്. ഇന്ന് നമ്മുടെ ചാനലിലേക്ക് വന്നതിന് സോ മച്ച് താങ്ക് യു. ഞാനൊരു ബേസിക് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഓഡിയൻസ് ഹു ഇസ് വെരി ന്യൂ ടു ദിസ്. GST ഫയലിംഗിന്റെ ഡേറ്റ്സ് എപ്പോഴാണ്? GST ഫയലിംഗ് ആക്ച്വലി ഇപ്പം മന്ത്ലി ഉണ്ട്, ക്വാർട്ടർലി ഉണ്ട്. ഓക്കെ, അപ്പം മന്ത്ലി എന്ന് പറയുന്നത് ഇപ്പം അതിന് GSTR1 എന്ന് പറയും. അപ്പോൾ മന്ത്ലി GSTR1 ഫയലേഴ്സിന് 11th ആണ് ഡേറ്റ്. 11th ഓഫ് സബ്സിക്വൻറ്റ് മന്ത് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ മാസം വി ആർ ഇൻ സെപ്റ്റംബർ 22. ടുഡേ September 2. സോ ഈ മാസത്തെ റിട്ടേൺ നമ്മൾ സബ്സിക്വൻറ്റ് മന്തിൽ ഒക്ടോബറിലാണ്. So October 11th is a due date for monthly files. And if we don't, I mean, the SSC doesn't file ചെയ്തില്ലെങ്കിൽ എന്താണ് അതിന്റെ നെക്സ്റ്റ്? SSC ആ ടൈമിൽ ഫയൽ ചെയ്തില്ലെങ്കിൽ he has an option to file it in the next റിട്ടേൺസിൽ നെക്സ്റ്റ് പീരീഡ് വരെ ചെയ്യാം. പക്ഷേ ഫീസ് ഉണ്ടാവില്ലേ? ലേറ്റ് ഫീസ് വരും. ലേറ്റ് ഫീസ് കംസ് അപ്പ് ആൻഡ് വി നീഡ് ടു, അത് ഇപ്പോഴും ഇപ്പം അത് പോർട്ടലിൽ പോപ്പപ്പ് ചെയ്ത് വരുന്നുണ്ട്. വി നീഡ് ടു പേ ദാറ്റ് എമൗണ്ട്. അത് എത്ര നാൾ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ട് എത്ര നാൾ വേണമെങ്കിലും പുഷ് ചെയ്തു? അങ്ങനെയല്ല, ഇപ്പൊ 2 months ആയി കഴിഞ്ഞാൽ ദി ഓഫീസർ ക്യാൻ എൻഫോഴ്സ് നോട്ടീസ് ഇഷ്യൂ ചെയ്യാം. ഓട്ടോമാറ്റിക്കലി 01 പോപ്പപ്പ് ചെയ്യും സിസ്റ്റത്തിൽ സിസ്റ്റത്തിൽ തന്നെ അത് ഓട്ടോമേറ്റഡ് നോട്ടീസ് ജനറേറ്റ് ആവും. ആൻഡ് ഈവൺ യുവർ ഇപ്പം അസസിയുടെ ഇമെയിൽ ID യിലും മൊബൈൽ ഇതിലും റിമൈൻഡേഴ്സ് പോയിക്കൊണ്ടിരിക്കും, മൊബൈൽ നമ്പറിലും രജിസ്റ്റേർഡ് ഇൻ ദ പോർട്ടൽ. നമ്മുടെ ഈ റിട്ടേൺ ഫയൽ ചെയ്യാൻ ഡിലേ ആകുമ്പോഴത്തേക്കും വരുന്നൊരു നോട്ടീസ് ഉണ്ടല്ലോ, അത് ഭയപ്പെടേണ്ട നോട്ടീസാണോ? അതിങ്ങനെ ഞാനതൊരു കോമൺ ജനറിക് ആയിട്ട് ചോദിക്കുകയാണ്. അതായത് ഡിലേ ആണ് എന്ന് പറഞ്ഞ് ഇഗ്നോർ ഇറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് വരില്ലേ? അത് ഐ മീൻ ഒബ്വിയസ്ലി യു ഹാവ് ടു ഫയൽ ഇറ്റ്, ബട്ട് അത് എവിടെയെങ്കിലും ഫ്ലാഗ് ആവുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. റിട്ടേൺ നമ്മൾ ഡിലേ ആയി കഴിഞ്ഞാൽ 2 റീസൺസ് ഉണ്ട്. ഇപ്പം തോമസ് ചോദിച്ചത് GSTR1 ഉണ്ട്, 3B ഉണ്ട്. ഇറ്റ് ഇസ് 3B എന്ന് പറയുന്നത് B എന്താണെന്ന് ചോദിക്കും. 3B ആക്ച്വലി ഒരു ഇൻറ്ററിമായിട്ട് കൊണ്ടുവന്ന ഒരു ഫോമായിരുന്നു. ബിക്കോസ് ഇനീഷ്യലി ഇനീഷ്യൽ പീരീഡിൽ GSTR1, 2, 3 ആയിരുന്നു. ആ 3ന് പകരമാണ് ഈ 3B വന്നത്. ബിക്കോസ് 2 നടന്നില്ല, വന്നു പോയി, അങ്ങനെയായിരുന്നു സിറ്റുവേഷൻ. അപ്പൊ അത് പിന്നെ 3B അത് ആക്ച്വലി നോട്ടിഫൈ ചെയ്തിട്ട് ആൻഡ് ദേ ബ്രോട്ട് ഇറ്റ്, എന്താ പറയുക, ആക്ട് ഇത് ചെയ്തു, അമെൻഡ് ചെയ്തിട്ട് അതിൻ്റെ വാലിഡിറ്റി കൊണ്ടുവന്നു. സോ നൗ 3B ഈസ് എ റിട്ടേൺ ആക്ച്വലി. സോ ആ 3Bയിൽ നമ്മൾ ആ ഡ്യൂ ഡേറ്റിൻ്റെ ഉള്ളിൽ ഫയൽ ചെയ്തില്ല എങ്കിൽ ആക്ച്വലി ഇപ്പോൾ ഈ പറഞ്ഞ ഓപ്പോസിറ്റ് പാർട്ടി ഹി വിൽ ബി ആക്ച്വലി ലൂസിങ് ഓൺ ഹിസ് ടാക്സ് ക്രെഡിറ്റ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഈ ടാക്സ് കംപ്ലൈന്റ് ആയാലേ opposite your party you will get the benefit. Right, so it's a give and take game. അപ്പോൾ somebody else, ഇപ്പോൾ നമ്മളൊരു ഓപ്പോസിറ്റ് പാർട്ടി ആയിരിക്കുമല്ലോ വേറെ, അദ്ദേഹം ഫയൽ ചെയ്യാൻ നമ്മുടെ ക്രെഡിറ്റും. അപ്പോൾ അതിന് അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ നോട്ടീസിന് എത്ര റെലവൻസ് ഉണ്ട്? ഐ മീൻ, ഇസ് ദാറ്റ് വെരി ക്രിട്ടിക്കൽ? ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് ക്രിട്ടിക്കൽ, നമ്മൾ വെച്ച് തീർക്കണം. പക്ഷേ ഇസ് ഇറ്റ് ഗെറ്റിംഗ് ഫ്ലാഗ്ഡ് എനിവെയർ? ഈ പറഞ്ഞ റിട്ടേൺ ഡിഫോൾട്ടേഴ്സും റിട്ടേൺ ഡിലേഡ് ആയിട്ട് ഫയൽ ചെയ്യുന്നവരെ ഫ്ലാഗ് ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി ദേ വിൽ ബി എന്താ പറയുക അണ്ടർ ദ ഐസ് ഓഫ്, അതെ, ആ റഡാറിൽ വന്ന് നിൽക്കുക. സ്ഥിരമായിട്ട് ലേറ്റ് ആയിട്ട് ഫയൽ ചെയ്യുന്ന ആൾക്കാർക്ക് there are more chances for getting notices from the department. അതൊരു വളരെ ഇമ്പോർട്ടന്റ്. കാരണം എല്ലാവരും 1-2 ദിവസം അഡീഷണലി എടുക്കാറുണ്ട് എൻ്റെ മനസ്സിലാക്കിയത്, അല്ലേ? എല്ലാവരും കറക്റ്റ് 11ാം തീയതി തന്നെ ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. ബട്ട് പീപ്പിൾ പുഷ് ഇറ്റ് അറൗണ്ട് ഫോർ 5-6 days. ബട്ട് ഐ ഹവ് സീൻ ലോട്ട് ഓഫ് നോട്ടീസ് കമ്മിങ് ആൻഡ് ദേ ടേക്ക് ഇറ്റ് വെരി കാഷ്വലി. അപ്പോൾ അത് അവർ നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അല്ലേ?
അത് ഓൾവേസ് ദർ ഇസ് എൻ എന്താ പറയുക, നമ്മളിപ്പോൾ സെക്യൂരിറ്റി ക്യാമൊക്കെ പോലെ നമ്മളെ വാച്ച് ചെയ്യുന്ന അപ്പൊ GST കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും എന്തൊക്കെ തരം GST നോട്ടീസുകൾ ഉണ്ട് അതൊന്ന് പറഞ്ഞു തരാമോ? എന്തൊക്കെ GST നോട്ടീസുകളാണല്ലോ കൂടുതലും ആൾക്കാർക്ക് പേടിപ്പെടുത്തുന്ന ഒരു കാര്യം. എന്തൊക്കെ തരം GST നോട്ടീസുകളുണ്ട് എന്നാണ് നമുക്ക് ആദ്യം വന്നു. GST നോട്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പൊ രജിസ്റ്റേർഡ് അസസിക്കാണ് നോട്ടീസുകൾ പോർട്ടലിൽ കാണാവുന്നത്. രജിസ്റ്റേർഡ് GST രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള അസസിക്കാണ് നോട്ടീസുകൾ വരുന്നത്. GST വന്നിട്ട് ഇപ്പൊ മോർ ദാൻ 6 years ആയി. അപ്പോൾ നോർമലി പോർട്ടലിൽ ഇപ്പോൾ അപ്ലോഡ് ആവുന്നത് നമ്മുടെ DRC-01 ഉണ്ട്, DRC-01A ഉണ്ട്, പിന്നെ DRC-07. അതെ, DRC-01ഉം 1A എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ഷോ കോസ് നോട്ടീസ് എന്ന് പറയുന്നത്. അത് ഇനീഷ്യൽ സ്റ്റേജസിലാണ് വരുന്നത്. സോ അത് നമുക്ക് ഓഡി ഓൾട്ടം പാട്ടം എന്ന് പറയും. ഇതിന്റെ ലീഗൽ ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിയർ ദി അതർ സൈഡ്. സോ അത് that is given to the registered assessee for replying to notices. Okay. And they should reply it online ലാണ് reply ചെയ്യാൻ പറ്റുള്ളൂ. Yes. So there is also option for personal hearing, PH എന്ന് പറയും. So personal hearing അതിനകത്ത് ഓപ്റ്റ് ചെയ്യണം. മിക്കവാറും അസസീസ് റിപ്ലൈ കൊടുക്കുമ്പോൾ ആ ഓപ്ഷൻ വിട്ടു പോകാറുണ്ട്. അപ്പം അത് നമ്മൾ ചെയ്യേണ്ടതാണ് എന്നാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്, എല്ലാവരോടും സജസ്റ്റ് ചെയ്യുന്നതും ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഈ GST നോട്ടീസുകളുടെ ഈ 3 തരം. അതെ, ഈ പറഞ്ഞ DRC-07 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഓർഡർ, ഫൈനൽ ഓർഡർ. ആഫ്റ്റർ ഈ DRC-01യുടെ അഗേൻസ്റ്റ് നമ്മൾ റിപ്ലൈ ചെയ്തതിന് ശേഷം വരുന്ന ഡിപ്പാർട്ട്മെന്റ് സൈഡിൽ നിന്ന് വരുന്ന ആഫ്റ്റർ യുവർ പേഴ്സണൽ ഹിയറിംഗ് വരുന്ന ഓർഡറാണ് DRC-07. അഗൈൻ കൺക്ലൂഷൻ. അതിന്റെ കൂട്ടത്തിൽ ഡിമാൻഡ് ഓർഡറും ഡിമാൻഡ് കമ്പ്യൂട്ടേഷനും ഉണ്ടാവും. ആൻഡ് അത് അവിടെ ഒരു അവസാനിക്കുന്നില്ല. യു ക്യാൻ ചലഞ്ച് ദാറ്റ് ഓൾസോ. ഓൺഗോയിങ് പ്രോസസ് ആണ്. അപ്പോൾ ദീസ് ആർ ദ നോർമൽ GST നോട്ടീസുകൾ കാണുന്നത്. ഈ DGGI ഉണ്ടല്ലോ, എന്താണ് ഈ DGGI? അവരുടെ ഒരു ഒബ്ജക്റ്റീവ് എന്താണ്? ഒന്ന് പറയാം, എന്താണ് DGGI? DGGI ആക്ച്വലി ഫോം ചെയ്തത് ഇപ്പോഴല്ല, നേരത്തെ മുതൽ തന്നെ ഉണ്ട്. GSTക്ക് മുമ്പ് തന്നെ ഉണ്ട്. ദാറ്റ് ഇസ് ഫോംഡ് അണ്ടർ മിനിസ്ട്രി ഓഫ് ഫൈനാൻസിന്റെ കീഴിൽ തന്നെ വരുന്നത്. അത് ഇറ്റ് വാസ് പ്രീവിയസ്ലി നോൺ ആസ് ആന്റി ഇവേഷൻ, ഡയറക്ടറേറ്റ് ഓഫ് ആന്റി ഇവേഷൻ ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് ഇസ് എന്താ പറയാ, അത് തിരിച്ച് പുതിയൊരു ഫോർമില് ഇപ്പൊ നമ്മുടെ പ്രീവിയസ് റിജീം ആണല്ലോ വാറ്റും കേരള ടാക്സ്, അത് മാറിയിട്ടാണല്ലോ GST. അതേപോലെ ഒരു പുതിയ ഫോർമാറ്റില് പുതിയ ലോഗോ, പുതിയ എംബ്ലം ഒക്കെ ആയിട്ട്. അതെ അതെ. ഈ DGGയുടെ ഫുൾ ഫോം എന്താണ്? ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് GST ഇന്റലിജൻസ്. ഓക്കെ. അപ്പൊ എന്താണ് അവരുടെ ഒബ്ജക്റ്റീവ്? എന്താണ്? വാട്ട് ആർ ദേ ഔട്ട് ടു ഡു? ഇത് ഫോം ചെയ്തേക്കുന്നത് ബേസിക്കലി ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻസ് ഇല്ലെങ്കിൽ ഫ്രോഡ് മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഓർ യുവർ ഇവേഷൻസ്, ടാക്സ് ഇവേഷൻസ് ഇത് ഫോം ചെയ്തത്. മിസ്സ്റ്റേറ്റ്മെന്റ്സ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇൻവോയ്സിന്റെ അത് വരാം, ഫ്രോഡുലന്റ് ഇൻവോയ്സിംഗ് ഇല്ലെങ്കിൽ ഫേക്ക് ഇൻവോയ്സിംഗ് എന്ന് പറയും. കൂടുതലും ഇത് നോർത്തേൺ സൈഡിലാണ് ഫേക്ക് ഇൻവോയ്സിംഗ്. ഇതാണ് കുറച്ചും കൂടെ എന്താ പറയാ, ഓവറോൾ സൗത്തുകാർ കുറച്ചും കൂടി അഗ്രഷൻ കുറഞ്ഞവരാണെന്നാണല്ലോ പറയുന്നത്. അവിടുത്തെ ഈ നോർത്ത് ഇന്ത്യൻസ് ആണ് കുറെയൊക്കെ ഈ ഇവേഷന്റെ ഇത് വന്നപ്പോൾ ഫേക്ക് ഇൻവോയ്സിംഗിൽ എന്താ പറയുക, അത് ഫോക്കസ്ഡ് ആയിട്ട് ആണ് സ്റ്റാർട്ടായത്. അപ്പോൾ ഈ പറഞ്ഞ 4 സോൺസിലുണ്ട് ത്രൂ ഔട്ട് ഇന്ത്യ. സോ നോർത്തേൺ സൈഡിൽ ഇറ്റ് ഇസ് അറ്റ് ഗുരുഗ്രാം, സൗത്ത് ഇസ് അറ്റ് ചെന്നൈ, പിന്നെ ഈസ്റ്റിൽ കൊൽക്കത്ത ആൻഡ് വെസ്റ്റ് ഇസ് അറ്റ് മുംബൈ. അതിൻ്റെ താഴെ ആണ് അതർ. ഇപ്പം സൗത്തിൻ്റെ താഴെയാണ് ഇപ്പം കൊച്ചി സോണൽ യൂണിറ്റ്സ് ഉണ്ട്. മൊത്തം ഈ 4 ഡിവിഷൻസിൽ അതിൻ്റെ താഴെ 26 സോണൽ യൂണിറ്റ്സ് ഉണ്ട്. അവിടെ ഒരു അഡീഷണൽ ഡയറക്ടർ ജനറൽ ഉണ്ട്. ഹി ഹാസ് ടു റിപ്പോർട്ട് ടു ദീസ് ഇവിടുത്തെ ഡയറക്ടർ. സോ DGGI basically is an oversighting entity. Like how you have SEBI for അങ്ങനെയാണോ? അല്ല, അതിനല്ല. ഇറ്റ് ഇസ്
ഈ ആന്റി ഇവേഷൻ വിങ് അല്ലേ, യെസ്. ഇവര് ആക്ച്വലി രജിസ്റ്റേർഡ് അസസീസിന് അവരുടെ റിട്ടേൺ ഫയലിങ്സും പിന്നെ അതിനുള്ള ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു അസസി രജിസ്റ്റേർഡ് അസസി ഇൻകം ടാക്സ് ക്രെഡിറ്റ് കൂടുതൽ എടുത്തു പോവാണ് ആൻഡ് ഹി ഈസ് ഗെറ്റിംഗ് റീഫണ്ട്സ്, കീപ്പ് ഓൺ ഗെറ്റിംഗ് റീഫണ്ട്സ്. ഫോർ എക്സാമ്പിൾ ഹി ടേക്സ് ഇറ്റ് അപ്പ് ഫോർ 5 years കണ്ടിന്യൂസ്ലി. ഒറ്റ രൂപ പോലും നെറ്റ് ഓഫ് ചെയ്തിട്ട് ടാക്സ് അടച്ചിട്ടില്ല എങ്കിൽ ദർ ആർ മോർ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് നോട്ടീസ് ഫോർ സച്ച് കൈൻഡ് ഓഫ് അസസീസ്. സോ അത് ഓവർസൈറ്റ് ചെയ്യാനും ഇവര് ഇത് ഫ്ലാഗ് ചെയ്യും. കീപ്പ് ഓൺ അവരുടെ പോർട്ടലിലും അവരുടെ ആ സോഫ്റ്റ്വെയർസിലും, ഡിപ്പാർട്ട്മെന്റ് സോഫ്റ്റ്വെയർസ് ആണ് അതിൽ ഇവരത് ട്രാക്ക് ചെയ്തിട്ട് they will send it down. പിന്നെ റെസ്പെക്റ്റീവ് സോൺസിൽ പിന്നെ താഴെയുള്ള ഓഫീസുകളിലാണ് ഇത് നോട്ടീസുകൾ ഇഷ്യൂ ചെയ്യുന്നത്. ആൻഡ് ദേ സ്റ്റാർട്ട് ദ സ്ക്രൂട്ടിനി പ്രൊസീജിയേഴ്സ്. അപ്പോൾ അവർക്ക് സ്ക്രൂട്ടിനൈസ് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ട്. ഇത് GST ഇംപ്ലിമെന്റ് ചെയ്ത അതേ ഇയർ തന്നെ ഇവരുടെ ഒരു ഡിഫറെന്റ് ഫോമാറ്റിൽ ഉണ്ടായിരുന്നോ അതോ ഇപ്പോഴാണോ? അല്ല, ഇത് കൂടുതൽ എൻഫോഴ്സ് ചെയ്തേക്കുന്നത് ഈ പറഞ്ഞ ഫേക്ക് ഇൻവോയ്സിങ്ങിന്റെ ആ സിറ്റുവേഷൻസ് ഒക്കെ അറൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പോസ്റ്റ് കോവിഡിലാണ് തുടങ്ങിയത്. നൗ ഇറ്റ് ഇസ് ഫുൾ ഫ്ലെഡ്ജ് ആക്ച്വലി. ഈവൻ ഇൻ സദേൺ പാർട്ട് ഇൻ കൊച്ചിൻ ഇപ്പോഴും DGGIയുടെ ഫ്ലാഗിങ് നടന്നിട്ട് ഇഷ്ടംപോലെ നോട്ടീസുകൾ വരുന്നുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റിന് ഇന്റലിജൻസ് യൂണിറ്റ് ഉണ്ട്. സിമിലർലി ദിസ് ഇസ് ആക്ച്വലി അണ്ടർ സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ സ്റ്റേറ്റ് ഇൻ്റലിജൻസിനും ആക്ച്വലി ഇപ്പോൾ ഓഡിറ്റ് വിങ്സ് സെപ്പറേറ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ആൻഡ് ദേ ആർ ഓൾസോ സപ്പോസ് ടു ഇഷ്യൂ നോട്ടീസ് ട്രാക്ക് ഓൾ ദ റിട്ടേൺ കൺസിലേഷൻ എല്ലാം. റിട്ടേൺസ് കംപ്ലൈ ചെയ്യുന്നുണ്ടോ, നോൺ ഫൈലേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്തിട്ട് അവർക്ക് ഫോളോ അപ്പ് ചെയ്യണം, ഇല്ല അവർക്ക് നോട്ടീസസ് ഇഷ്യൂ ചെയ്യുന്നത് എല്ലാം അവരും ചെയ്യുന്നുണ്ട്. ക്രിറ്റിക്കലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട നോട്ടീസുകൾ എന്തൊക്കെയാണ്? അത് ഒരു 5 സിറ്റുവേഷൻ പറയാമോ? വേർ there is a critical notice that has come and there is an immediate attention wanted and that cannot be delayed. അതിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് എനിക്ക് പറയാനില്ല, നമ്മൾ ടാക്സ് കളക്ട് ചെയ്തു. ടാക്സ് കളക്ട് ചെയ്തിട്ട് അതിൻ്റെ അനുസരിച്ചിട്ടുള്ള ടാക്സ് അടച്ചിട്ടില്ല എങ്കിൽ it is an offense. Yes. So you have collected tax, collected the GST but you have not paid it. So payment നടക്കുന്നത് നമ്മുടെ GST returns ആണ്. So that means if you are a defaulter, automatically notice will come. അതിപ്പോൾ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം ജനറേറ്റ് ആണല്ലേ. ആൻഡ് ഈവൻ ഇന്റലിജൻസ് കയറി കഴിഞ്ഞാൽ there are more consequences. സോ അവർക്ക് വേണമെങ്കിൽ സെക്ഷൻ 74 ഉണ്ട്. 74 ഇൻവോക്ക് ചെയ്യാം. സെക്ഷൻ 74 എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഫ്രോഡ്, വിൽഫുൾ മിസ്സ്റ്റേറ്റ്മെന്റ് ഇല്ലെങ്കിൽ ടാക്സ് ഹൈഡിങ് ടാക്സ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ. അതിന്റെ ഇംപ്ലിക്കേഷൻ എന്താണ്? അതിന്റെ ഇംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഇതിന് അഡീഷണൽ പെനാൽറ്റിയും വരും. ആൻഡ് നമ്മൾ എത്രയോ ഡിലേ വരുത്തുന്നത്, ആ ഡിലേ വരുന്ന പീരീഡിന് നമ്മൾ ഇൻട്രസ്റ്റ് അടയ്ക്കണം. ഓക്കെ. ആൻഡ് ഇപ്പോൾ നിലവിൽ നമുക്ക് ഓൾമോസ്റ്റ് 200% പെനാൽറ്റീസ് ഒക്കെ ഇമ്പോസ് ചെയ്യുന്നത്. പക്ഷെ അതിന് ലിമിറ്റ് ഉണ്ട്. മാക്സിമം 10,000 എന്തായാലും പെനാൽറ്റി വരും. അതാണ് ഏറ്റവും വലിയൊരു ഷോ കോസ് നോട്ടീസ് കിട്ടാനുള്ള ഒരു ഇത്. അതായത് GST കളക്ട് ചെയ്തു ബട്ട് ഇവിടെ if it is not paid. Yes. പിന്നെ ഉള്ളത് ഷോർട്ട് പേയ്മെന്റ് വരുന്നുണ്ട്. ഷോർട്ട് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കളക്ട് ചെയ്തു, ആക്ച്വലി നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുള്ള നമ്മൾ GSTR1 ഫുൾ ബിൽസ് ഒക്കെ കാണിച്ചു. പക്ഷെ നമ്മൾ 3B പോയപ്പോൾ 3Bയിൽ നമ്മൾ കുറച്ച് കാണിച്ചേക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ അറ്റ് ദ മൊമെന്റ് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. ബട്ട് ഇൻ പ്രീവിയസ് പോസ്റ്റ് 2020 ഇനി കോവിഡ് എന്ന് പറയാം, ആ ടൈമിലൊക്കെ നമ്മൾ 3B എന്ന് പറയുന്നത് ദാറ്റ് ടൈം വി വെർ എൻറ്ററിങ് ദ ഫിഗേഴ്സ് ദർ. എനിക്ക് ഇത്രയും ഔട്ട്വേർഡ് ടാക്സസ് ലൈബിലിറ്റി ഉണ്ട്, ഇത്രയും എൻ്റെ ടേൺ ഓവറാണ്, അതിൻ്റെ ടാക്സസ് ഇത്രയാണ് എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ടാക്സ് ക്രെഡിറ്റ്, ക്ലെയിമബിൾ ടാക്സ് ക്രെഡിറ്റ്സ്. അതായിരുന്നു അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഞാൻ പറഞ്ഞു വന്നത് ഫോർ ദാറ്റ് പീരീഡ് നമ്മൾ അതിനകത്ത് മിസ്മാച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ യു മൈറ്റ് എൻഡ് അപ്പ് ഗെറ്റിംഗ് ഷോ കോസ് നോട്ടീസ്. യെസ്, ആൻഡ് ദാറ്റ് ഈസ് വെരി ക്രിട്ടിക്കൽ. യെസ്, വെരി ക്രിട്ടിക്കൽ. ഓക്കെ. അപ്പോൾ 2
കാരണം ഇനി മൂന്നാമത് എന്തായിരിക്കും ഒരു മൂന്നാമത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ DGGI അവരുടെ ഇൻവോൾവ്മെന്റ് വന്നു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ സംസാരിച്ച തന്നെ DGGIയുടെ ഫ്ലാഗിങ് വന്നു കഴിഞ്ഞാൽ നോട്ടീസസ് വരാം. DGGI ഇസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി അല്ല, ഇറ്റ് ഇസ് കമ്മിങ് അണ്ടർ GST ഇറ്റ്സെൽഫ്, ബട്ട് സെപ്പറേറ്റ് ഒരു വിങ് പോലെ. ദേ ആർ ആക്ച്വലി ദ ഹോക്കായി ബാക്കിയുള്ള കാര്യത്തിന് ഈ പറഞ്ഞ ഇവേഷൻസ് നോക്കി വരുന്നത്. അവിടെ നിന്ന് ഫ്ലാഗ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി യു മൈറ്റ് എൻഡ് അപ്പ് ഗെറ്റിംഗ് ഓഡിറ്റ് സ്ക്രൂട്ടിനി നോട്ടീസ്. സോ ഡിപ്പാർട്ട്മെന്റൽ ഓഡിറ്റ് എന്ന് പറയും. ഈ നോട്ടീസുകൾക്കൊക്കെ ഒരു എമൗണ്ട് ആയിട്ടുള്ളൊരു ഡിഫറൻസ് ഉണ്ടോ? ഫോർ എക്സാമ്പിൾ ഒരു 1 crore വരെ അവർ ശ്രദ്ധിക്കുന്നില്ല, 1 crore above അവർ ശ്രദ്ധിക്കുന്നുള്ളൂ, അങ്ങനെ? അതെ, അതുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ ദർ. ദാറ്റ് അത് നേരത്തെ പ്രീവിയസ് റിജീമിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഈവൺ 50 crores അല്ലെങ്കിൽ 10 കോടിയുടെ മേളിൽ ഇന്ന സോണൽ നിന്നാണ് നോട്ടീസ് ഇഷ്യൂ ചെയ്യേണ്ടത്. പക്ഷേ GST വന്നതിന് ശേഷം അങ്ങനെ ഒരു വേർതിരിവില്ല. ഓൾ ദ തിങ്സ് ആർ ഗോയിങ് ത്രൂ ദ സെയിം റിഗാർഡ്ലെസ് ഓഫ് ദി എമൗണ്ട് അല്ലേ? റിഗാർഡ്ലെസ് ഓഫ് ദ എമൗണ്ട്. ഇപ്പോൾ സർവീസ് ഇൻഡസ്ട്രിക്ക് 20 lakhs മാനുഫാക്ചറിംഗിന് 40 lakhs ആണല്ലോ. അത് രജിസ്ട്രേഷൻ എടുക്കേണ്ട ലിമിറ്റ്സ് ആണ്. കേരളത്തിൽ 20 and 40. അപ്പോൾ ലെറ്റ്സ് സേ ഒരു സർവീസ് ഇൻഡസ്ട്രിയിൽ ഒരാൾ ഹൂ ഇസ് ഏർണിംഗ് below 1 crore. ഓക്കെ. And there is another person earning above 1 crore. Okay. അപ്പോൾ ഇസ് ദർ ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഈ ബിലോ 1 crore കാരനെ വെറുതെ ഇട്ടേക്കാവുമ്പോൾ പാവമല്ലേ എന്നാണോ, അതോ എല്ലാവരെയും ഒരേപോലെ തന്നെയാണ് നോക്കുന്നത്? അയാള് GST എടുക്കേണ്ട ബാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് പ്രൂവ് ചെയ്യുന്നത്. That burden of proof lies on the individual or that trading concern or that unit. ഇത് അല്ലാതെ ഇനി വേറെ എന്തൊക്കെയാണ് ഷോ കോസ് നോട്ടീസ്? ഷോ കോസ് നോട്ടീസിൽ പിന്നെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇത് രണ്ടും ഉണ്ട്. പിന്നെ നമ്മുടെ ഇപ്പൊ ഇൻ കേസ് നിങ്ങൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ഇറ്റ് ഇസ് എ മെയിൻ ഫാക്ടർ. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്ന GSTനകത്ത് നമ്മൾ ക്ലെയിം ചെയ്യുന്നതിന് പകരം ഇന്നെലിജിബിൾ ആയിട്ടുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ വണ്ടി സ്വന്തം ആവശ്യത്തിന് നമ്മൾ വണ്ടി മേടിച്ചു. ഐ ആം എ പ്രൊപ്പറേറ്റർ, ഐ ആം റണ്ണിങ് എ ട്രേഡിംഗ് കൺസേൺ, ഐ ആം രജിസ്റ്റേർഡ് അണ്ടർ GST. Okay, and I bought an car which is new and I paid approximately 28%, 28 plus cess വരുന്നു as GST when I bought the car. So I am not supposed to claim that GST even if I have bought that car in the trade name of my concern. Why? So it is actually blocked. ഒരു blocked credit ആണ്. It has been mentioned under the GST Act. Section 17(5) blocked creditൽ പെടുന്ന ഒരു പോയിന്റ് ആണ് ഈ സംഭവം. ഞാൻ റീഫ്രൈസ് ചെയ്തോട്ടെ. ഒരു പ്രൊപ്പറേറ്റർ ആണ്, 20 lakhs above ആണ്, ട്രേഡിംഗ് കമ്പനിയാണ്. അയാൾ ഒരു കാർ മേടിച്ചു, 28% GST പേ ചെയ്തു. He is not supposed to put this as a input. Yeah, he cannot take that 20% tax which he has paid for purchasing the car. He cannot claim that against his outward liabilities. Tax. Okay. Reason being it's a blocked credit. It's a blocked credit. So അത് അങ്ങനെയുള്ള കേസുകളിൽ അങ്ങനെ നമ്മൾ എടുത്ത് അവരുടെ ലെൻസ് പെടുവല്ലേ? പിന്നെ അത് ഓട്ടോമാറ്റിക്കലി ഒരു വലിയ എമൗണ്ട് ആയിരിക്കും. Because it is 20. For example, if a trader he is into a 5% category, 5% goods trade ചെയ്യുന്ന ആള് he is taking up 28%, automatically അത് higher amount വരും. That will get flagged. അങ്ങനെ എടുത്തു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആവും. ആൻഡ് ഇപ്പോൾ ഈ 2021 ശേഷം 2B എന്ന് പറഞ്ഞ ഒരു ഫോം ഉണ്ട്. അത് നമ്മുടെ പോർട്ടലിൽ പോപ്പപ്പ് ചെയ്യുന്നുണ്ട്. സോ ദിസ് 2B is linked to your suppliers GSTR1. നമ്മുടെ സപ്ലയർ GSTR1 ഫയൽ ചെയ്താലേ 2Bയിൽ നമ്മുടെ 2Bയിൽ റിഫ്ലക്ട് ചെയ്യത്തുള്ളൂ. ആ 2Bയിൽ നമ്മളുടെ ആ പർച്ചേസ് ഇൻവോയ്സ് വന്നാലേ നമുക്ക് ഇൻപുട്ട് എടുക്കാൻ പറ്റും. നമ്മൾ അതിൽ വരാത്ത ഇൻപുട്ട് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫ്ലാഗ്. അപ്പോൾ വരുത്തിക്കുക എന്നുള്ളത് മറ്റേ ആളുടെ. സോ ഇറ്റ് ഈസ് എ as you said give and take policy. എനിക്ക് കിട്ടണമെങ്കിൽ അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ GSTനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാരിറ്റിയോട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ നമ്മൾ താഴെ ഒരു നമ്പർ കൊടുക്കാം. ഇനി ഫെർദർ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രേറ്റ് അവേ ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അപ്പോൾ നമ്മൾ വിവേകിനോടൊരു വളരെ വലിയൊരു താങ്ക്സ് പറഞ്ഞ് വിൽ എൻഡ് അപ്പ്. താങ്ക് യു വിവേക്. താങ്ക് യു.